ഷെൽ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദേ കണ്ടക്ട് ബാങ്കിങ് ആക്ടിവിറ്റീസ് ബട്ട് ഇറ്റ് ഹാസ് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ്, നോ ഓഫീസ് ആൻഡ് നോട്ട് അഫിലിയേറ്റഡ് ടു എനി റെഗുലേറ്ററി അതോറിറ്റി. അതായത് ഷെൽ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബാങ്ക് ആണ്, അല്ലെങ്കിൽ ബാങ്കിങ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. പക്ഷെ അവർ എന്ത് ചെയ്തിട്ടില്ല? അവർക്കൊരു പ്രത്യേകിച്ച് ഓഫീസ് ഇല്ല. അവർ ഏതിലും എന്ത് ചെയ്തിട്ടില്ല? രജിസ്റ്റർ ചെയ്തിട്ടില്ല. ദേ ആർ നോട്ട് ഇൻകോർപ്പറേറ്റഡ് ഓർ അഫിലിയേറ്റഡ് ടു എനി റെഗുലേറ്ററി അതോറിറ്റി. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെഗുലേറ്ററി അതോറിറ്റിയോട് അഫിലിയേഷൻ എടുക്കുകയോ അതിൽ രജിസ്ട്രേഷൻ എടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ഓഫീസോ ഒരു ബിൽഡിങ്ങോ അങ്ങനെ ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസും ഇല്ലാതെ ബാങ്കിങ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഷെൽ ബാങ്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഷാഡോ ബാങ്കും ഷെൽ ബാങ്കും കൂടെ നിങ്ങൾക്ക് തിരിഞ്ഞു പോകരുത്. ഷാഡോ ബാങ്ക് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഷാഡോ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാവ് നോ ലൈസൻസ്. അവർക്ക് പക്ഷെ ഓഫീസ് ഉണ്ട്, അവർക്ക് ബിൽഡിംഗ് ഉണ്ട്, അവർക്ക് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ അത് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഷെൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തില്ല? ഓഫീസ് ഇല്ല. അതുപോലെ തന്നെ അവർ എന്ത് ചെയ്തിട്ടില്ല? അഫിലിയേഷൻ എടുത്തിട്ടില്ല. എന്നാൽ അവര് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ രാജ്യത്ത് ഒരു ബാങ്കിങ് ആക്ടിവിറ്റീസ് നടത്തുന്നത് പോലെ പ്രവർത്തിക്കുന്നുണ്ട്. ലൈസൻസ് എടുത്തില്ല എന്ന് പറയുന്നെങ്കിലും നമ്മൾ ഇന്ത്യയിലുള്ള എല്ലാ നിയമങ്ങളും അവർക്ക് ബാധകമാണ്. അതായത് റെഗുലേറ്ററി അതോറിറ്റിയിൽ അവർ അഫിലിയേഷൻ നടത്തിയിട്ടില്ലെങ്കിലും അവർക്ക് ഇതിനു വേണ്ടി അവർ ലൈസൻസ് എടുത്തിട്ടില്ലെങ്കിലും ബാക്കി ഒരു ഇൻഡിവിജ്വലിന് എന്തെല്ലാം നിയമങ്ങൾ ബാധകമാണോ അതേ നിയമങ്ങളെല്ലാം അവർക്കും എന്താണ്? ബാധകമാണ്. അതായത് പീനൽ കോഡ് പോലെയുള്ള ഇന്ത്യൻ പീനൽ കോഡ് പോലെയുള്ള നിയമങ്ങളെല്ലാം അവർക്ക് ബാധകമാണ്. പക്ഷെ അവർ എന്ത് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ? ലൈസൻസ് എടുത്തിട്ടില്ല. അതുപോലെ തന്നെ അവർ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അഫിലിയേറ്റ് ചെയ്തിട്ടില്ല. ദേ ഹാവ് നോ ബിൽഡിങ്. ഓക്കെ. ഇനി ഈ ഷെൽ ബാങ്ക് ചെയ്യുന്നത് രണ്ട് ആക്ടിവിറ്റീസാ. ഈ ഷെൽ ബാങ്ക് കണ്ടക്ട് ചെയ്യുന്നത് രണ്ട് ആക്ടിവിറ്റീസാ. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പീർ ടു പീർ ലെൻഡിങ് എന്ന് പറയും. പീർ, PEER, പീർ ടു പീർ ലെൻഡിങ്. മറ്റൊന്ന് ക്രൗഡ് ഫണ്ടിങ്. ഈ പറഞ്ഞ ഷെൽ ബാങ്ക് എന്ന് പറയുന്നവർ കണ്ടക്ട് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ക്രൗഡ് ഫണ്ടിങ്ങും മറ്റൊന്ന് പീർ ടു പീർ ലെൻഡിങ്ങും. അപ്പൊ എന്താണ് ക്രൗഡ് ഫണ്ടിങ്? ക്രൗഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ കളക്ട് എമൗണ്ട്, ലാർജ് എമൗണ്ട് ഫ്രം എ ക്രൗഡ് പീപ്പിൾ. അതായത് ഒരു കൂട്ടം ആളുകളിൽ നിന്ന് ഒരു ലാർജ് എമൗണ്ട് അവർ കളക്ട് ചെയ്യും. ആൻഡ് ഈച്ച് വൺ കോൺട്രിബ്യൂട്ട് സ്മാൾ എമൗണ്ട്. ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സ്മാൾ എമൗണ്ട് ആയിരിക്കും. അങ്ങനെ ഒരു മാസ് പീപ്പിളിൽ നിന്ന് ലാർജ് എമൗണ്ട് അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ആൻഡ് ദേ പ്രൊവൈഡ് ഇറ്റ് ടു എ നീഡഡ് പീപ്പിൾ. എന്നിട്ട് അവർ ഇത് ആർക്ക് കൊടുക്കും? നീഡി പീപ്പിളിന് ഇത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ക്ലിയർ ആയോ? അപ്പം എന്താണ് നമ്മൾ പറഞ്ഞ ക്രൗഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം ഇങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് പേര് അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ആളുകളുടെ കയ്യിൽ നിന്ന് ഈ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ രീതിയിൽ അവര് മറ്റാളുകളുടെ കയ്യിൽ നിന്ന്, പ്രവാസികളുടെ കയ്യിൽ നിന്ന് ഒക്കെ ഫണ്ടുകൾ കളക്ട് ചെയ്തിട്ട് ട്രീറ്റ്മെന്റിനൊക്കെ ആവശ്യമായിട്ടുള്ളവർക്ക് എന്ത് ചെയ്തു കൊടുക്കും? ഈ ഫണ്ട് അവർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ അവരവിടെ ഒരു ഇടനിലക്കാരന്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് അവര് പ്രവർത്തിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഷെൽ ബാങ്കിന്റെ തന്നെ ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്നത് ഇതിനെയാണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ ക്രൗഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ കളക്ട് എ ലാർജ് എമൗണ്ട് ഫ്രം എ മാസ് പീപ്പിൾ അല്ലെങ്കിൽ ക്രൗഡ് പീപ്പിൾ ആൻഡ് ഇറ്റ് പ്രൊവൈഡ് ടു എ നീഡി പീപ്പിൾ. ആവശ്യക്കാരാരാണോ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈച്ച് ഇൻഡിവിജ്വൽസ് കോൺട്രിബ്യൂട്ടിങ് സ്മാൾ എമൗണ്ട്. ഇവിടെ ഓരോരുത്തരും എന്ത് കൊടുത്താൽ മതി? ഒരു ചെറിയ തുക കൊടുത്താൽ മതി. നമുക്കറിയാം ഒരുപാട് പേര്, നമുക്കറിയാവുന്നവർ തന്നെ അങ്ങനെ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ പേരിൽ അവർ ചെയ്യുന്നുണ്ട്. ഒരുപാട് രോഗങ്ങൾ കിടക്കുന്നവർക്ക് വലിയ ട്രീറ്റ്മെന്റുകൾക്ക് വലിയ ഫണ്ട് ആവശ്യമായിട്ട് വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയുള്ള ആളുകൾ ഫണ്ട് കളക്ട് ചെയ്ത് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഇനി മറ്റൊന്ന് ഞാൻ പറഞ്ഞു വന്നത് ഏതാണ്? പീർ ടു പീർ ലെൻഡിങ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ there is no intervention of intermediaries. അവിടെ ആരുടെ ഇടപാടില്ല. ഇന്റർമീഡിയറീസിന്റെ ഇടനിലക്കാരുടെ സാന്നിധ്യം ഇല്ലാണ്ട് സാമ്പത്തികം എത്തിച്ചു കൊടുക്കുന്ന രീതിക്കാണ് പീർ ടു പീർ ലെൻഡിങ് എന്ന് പറയും. അല്ലെങ്കിൽ P2P ലെൻഡിങ് എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും?
P2P ലെൻഡിങ്, അതായത് there is no intervention of the intermediaries. ഇവിടെ ഈ ഫിനാൻസിന്റെ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു ഇടനിലക്കാരന്റെ സാന്നിധ്യമില്ലാതെ, അതായത് പൈസ കൊടുക്കുന്നവരെയും പൈസ ആവശ്യമുള്ളവരെയും തമ്മിൽ എന്ത് ചെയ്തു കൊടുക്കും? കൂട്ടിമുട്ടിച്ചു കൊടുക്കും ഈ ഷെൽ ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നവര്. there is no intermediaries. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇന്റർമീഡിയറ്റ്സ് ഓഫ് ഫിനാൻസ്, സാമ്പത്തികത്തിന് വേണ്ടിയുള്ള ഒരു ഇടനിലക്കാരന്റെ സാന്നിധ്യമില്ലാതെ ആരെയൊക്കെ തമ്മിൽ അവര് മീറ്റ് ചെയ്യിപ്പിച്ചു കൊടുക്കും? അതായത് ഫണ്ട് കൊടുക്കാൻ താല്പര്യമുള്ളവരെയും ഈ ഫണ്ട് ആവശ്യമുള്ളവരെയും തമ്മിൽ ഇവരെന്ത് ചെയ്തു കൊടുക്കും? മീറ്റ് ചെയ്തു കൊടുക്കും. അപ്പം അത് ചെയ്തു കൊടുക്കുന്നതും ഈ ഷെൽ ബാങ്ക് ആണ്. അവിടെ ആരുടെ ഇന്റർവെൻഷൻ ഇല്ല? there is no intervention of the intermediaries like other financial institutions. മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സാന്നിധ്യമില്ലാതെ അവര് കമ്മീഷനൊക്കെ അടിക്കും. അതുകൊണ്ട് അവരെ ഒഴിവാക്കിക്കൊണ്ട് നീഡി പീപ്പിളിനെയും പ്രൊവൈഡഡ് പീപ്പിളിനെ, അതായത് കൊടുക്കാൻ താല്പര്യമുള്ളവരെയും അല്ലെങ്കിൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്യാൻ താല്പര്യമുള്ളവരെയും കൂടെ മീറ്റ് ചെയ്യിപ്പിച്ച് കൊടുക്കുന്ന ഒരു ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ആര്? ഷെൽ ബാങ്ക്. അതാണ് പിയർ ടു പിയർ ബാങ്കിങ്. അപ്പൊ ഷെൽ ബാങ്കിന്റെ രണ്ട് മെത്തേഡുകളാണ്, ഒന്ന് ക്രൗഡ് ഫണ്ടിങ്ങും മറ്റൊന്ന് പിയർ ടു പിയർ ലെൻഡിങ്ങും.